അപ്പം നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് എൽ പി സ്പേസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഡെഫിനിഷനാണ്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇഫ് എന്താണ് എക്സ് എസ് മ്യൂ എന്നാണ്. എക്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ ഒരു സിഗ്മ ആൾജിബ്രയുടെ കളക്ഷൻ ആണ്. അതെന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. അതേപോലെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു മെഷറാണ്. അതൊരു മെഷർ സ്പേസിന്റെ നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എക്സ് എസ് മ്യൂ എന്ന് എഴുതുന്നത് സ്പേസ് ആണ്. അവിടെ നമ്മൾ പി ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൽ പി ഓഫ് എക്സ് മ്യൂ അല്ലെങ്കിൽ എൽ പി മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ക്ലാസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് എന്നാണ്. അതെന്താണ് സച്ച് ഓഫ് ഓൾ എഫ് സച്ച് ദാറ്റ് ഇന്റഗ്രൽ മോഡ് എഫ് റൈസ് ടു ബി ഡി മ്യൂ എന്തായിരിക്കണം ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഫംഗ്ഷൻ്റെ ഒന്ന് ഇൻറ്റഗ്രബിൾ വാല്യൂ എടുക്കുമ്പോൾ ഇൻഫിനിറ്റി എന്ന് കിട്ടില്ല. അതെന്ന് വെച്ചാൽ എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനുകളായിരിക്കണം. അതേപോലെ രണ്ട് ഫംഗ്ഷൻ ഓൾമോസ്റ്റ് ഈക്വൽ എവരിവെയർ ആയി കഴിഞ്ഞാൽ അത് എൽ പി മ്യൂവിനകത്ത് എന്തായിരിക്കും സെയിം എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. എന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ എടുക്കുന്നു, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അത് രണ്ടും ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആണെങ്കിൽ എഫ് ഈക്വൽ ടു ജി എന്ന് നമുക്ക് അവിടെ പറയാം, എൽ പി മ്യൂവിനകത്ത് പറയാൻ പറ്റും. അടുത്തത് നമ്മൾ എൽ പി സ്പേസിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എൽ പി മ്യൂവിലെ എലമെൻസുകളെല്ലാം എപ്പോഴും എന്തായിരിക്കും ക്ലാസിൻ്റെ ഫോമിലായിരിക്കും. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ രണ്ട് എലമെൻസിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എവരിവെയർ എന്താവും ഈക്വൽ ആവും. അടുത്ത നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പി മ്യൂവിലെ സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു സീറോ എന്നുള്ള ഫംഗ്ഷനാണ് എന്ത് എൽ പി മ്യൂവിലെ സീറോ എലമെന്റ്. മൂന്നാമത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എലമെന്റ് എൽ പി മ്യൂവിൽ ഉണ്ടെങ്കിൽ എഫ് എന്തായിരിക്കും മെഷറബിൾ ആയിരിക്കും. അതേപോലെ ഇന്റഗ്രൽ മോഡ് എഫ് റൈസ് ടു പി ഡി മ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഡെഫിനിഷനാണ്. അവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എഫ് എലമെന്റ് എൽ പി മ്യൂ, എഫ് എന്താണ് എൽ പി മ്യൂവിലെ എലമെന്റ് ആണ്. ദെൻ എൽ റൈസ് ടു പി നോം ഓഫ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് നോം പി എഫ്. അത് ഞാൻ വായിക്കുന്നതാണ് നോം പി എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ മോഡ് എഫ് റൈസ് ടു പി ഡി മ്യൂ ദ ഹോൾ റൈസ് ടു 1/p. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്താണ് എൽ പി മ്യൂവിൽ എലമെന്റ് ആണെങ്കിൽ അതിന്റെ പീത്ത് നോം എൽ പി നോം കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് നോം പി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോം എഫ് പി. അത് നമ്മൾ പീത്ത് നോം ഓഫ് എഫ് അല്ലെങ്കിൽ നോം പി എഫ് എന്ന് വായിക്കും. ഈക്വൽ ടു ഇന്റഗ്രൽ മോഡ് എഫ് റൈസ് ടു പി ഡി മ്യൂ. ഇന്റഗ്രൽ മോഡ് എഫ് റൈസ് ടു പി ഡി മ്യൂ കണ്ടുപിടിക്കുക. അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക ഹോൾ റൈസ് ടു 1/p എടുക്കുക അല്ലെങ്കിൽ പീത്ത് റൂട്ട് എടുക്കുക. ഇനി അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. രണ്ട് മെഷറബിൾ ഫംഗ്ഷൻസ് എഫും ജിയും ഈക്വൽ ആണെങ്കിൽ നോം എഫും നോം ജിയും പീത്ത് നോം ഓഫ് എഫും പീത്ത് നോം ഓഫ് ജിയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതേപോലെ പീത്ത് നോം ഓഫ് എഫ് സീറോ ആണെങ്കിൽ എന്തായിരിക്കും എഫ് ഈക്വൽ ടു സീറോ ഓൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും. അതേപോലെ എ നോം എ എഫ് എന്ന് പറഞ്ഞാൽ മോഡ് എ ഇൻറ്റു നോം എഫ് ആണ്. അവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പുറത്ത് വരുമോ നോമിനകത്ത് നിന്ന് കോൺസ്റ്റന്റ് പുറത്ത് വന്നാൽ മോഡ് ലെസ് ആവും. കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കി കിട്ടുമല്ലോ നോമിനകത്ത്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് അവിടെ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് അവിടെ മോഡ് കാണിച്ചേക്കുന്നത്. അടുത്തത് നമുക്ക് ഫസ്റ്റ് തിയറം നോക്കാം. ഫസ്റ്റ് തിയറം പറയുന്നത് പറഞ്ഞാൽ എഫും ജിയും എന്താണ് എൽ പി മ്യൂവിലെ എലമെന്റ്സ് ആണ്. അതേപോലെ എയും ബിയും എന്താണ് കോൺസ്റ്റന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ എ എഫ് പ്ലസ് ബി ജിയും എവിടെ കാണും എൽ പി മ്യൂവിൽ കാണുമെന്നാണ് നമുക്ക് പറയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ തന്നേക്കുന്ന കണ്ടീഷൻ എടുത്ത് നോക്കുന്നത് എന്ത് എഫ് കോമ ജി എലമെന്റ് എന്താണ് എൽ പി മ്യൂ ആണ്. എഫ് എൽ പി മ്യൂവിൽ ഉണ്ടെങ്കിൽ എഫ് എന്താണ് മെഷറബിൾ ആണ്. അതേപോലെ ഇന്റഗ്രൽ മോഡ് എഫ് റൈസ് ടു പി ഡി മ്യൂ എന്തായിരിക്കും ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ ജി എൽ പി മ്യൂവിൽ ഉണ്ടെങ്കിൽ ജി മെഷറബിൾ ആവണം. ഇന്റഗ്രൽ മോഡ് ജി റൈസ് ടു പി ഡി മ്യൂ എന്താവണം ലെസ് ദാൻ ഇൻഫിനിറ്റിയും ആവണം. എഫും ജിയും മെഷറബിൾ ആണെങ്കിൽ എ എഫ് പ്ലസ് ബി ജി മെഷറബിൾ ആണ്. നമ്മൾ മെഷറബിലിറ്റിയുടെ കണ്ടീഷൻ ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയം തൊട്ടേ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് ആണ്. മോഡ് ഓഫ് എഫ് പ്ലസ് ജി ദ ഹോൾ റൈസ് ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു പി ഇൻറ്റു എന്താണ് മോഡ് എഫ് റൈസ് ടു പി പ്ലസ് മോഡ് ജി റൈസ് ടു പി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ അതേ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് എ എഫ് പ്ലസ് ബി ജി ദ ഹോൾ റൈസ് ടു പി എ ഒന്ന് എഴുതുവാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു പി ഇൻറ്റു എന്ത് എ എഫ് റൈസ് ടു പി പ്ലസ് ബി ജി റൈസ് ടു പി എന്ന് എഴുതാൻ പറ്റും. അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ മോഡിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു.
എ എഫിനെ മോഡ് എ റേസ് ടു ബി ഇൻറ്റു മോഡ് എഫ് റേസ് ടു ബി എന്നും അതേപോലെ ബി ജി റേസ് ടു ബിയെ നമ്മൾ മോഡ് ബി റേസ് ടു ബി ഇൻറ്റു മോഡ് ജി റേസ് ടു ബി എന്ന് എഴുതുന്നു. അതിൻ്റെ ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് വെച്ചാൽ രണ്ട് സൈഡിനെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഇൻറ്റഗ്രൽ മോഡ് എ എഫ് പ്ലസ് ബി ജി ദ ഹോൾ റേസ് ടു പി ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൊത്തത്തിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻറ്റഗ്രൽ ടു റേസ് ടു പി സെറ്റിനകത്ത് എന്ത് മോഡ് എ റേസ് ടു പി ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി പ്ലസ് മോഡ് ബി റേസ് ടു പി ഇൻറ്റു മോഡ് ജി റേസ് ടു പി ഡി മ്യൂ. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റഗ്രൽ നമ്മൾ അകത്തോട്ട് കയറ്റി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇൻറ്റഗ്രൽ മോഡ് എ എഫ് പ്ലസ് ബി ജി ദ ഹോൾ റേസ് ടു പി ഡി മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു റേസ് ടു പി കോൺസ്റ്റന്റ് വെളിയിൽ മാറി നിൽക്കും. എന്നിട്ട് സെറ്റിനകത്ത് എന്തുമാത്രം വരും മോഡ് എ റേസ് ടു പി എന്താണ് കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതും പുറത്ത് മാറിയിരിക്കും. ഇൻറ്റഗ്രൽ മോഡ് എഫ് റേസ് ടു പി ഡി മ്യൂ എന്ന് മാത്രം വരും. പ്ലസ് ബി റേസ് ടു പി എന്താണ് കോൺസ്റ്റന്റ് ആണ്, അതും മാറി നിൽക്കും. മറ്റേ ജി എ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഇൻറ്റഗ്രൽ മോഡ് ജി റേസ് ടു പി ഡി മ്യൂ എന്ന് നിൽക്കും. നമുക്ക് എന്തറിയാം, ഈ മോഡ് എഫ് റേസ് ടു പി ഡി മ്യൂ മോഡ് ജി റേസ് ടു പി ഡി മ്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതെല്ലാം എന്താണ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയല്ല നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, എ എഫ് പ്ലസ് ബി ജി എന്താണ് കണ്ടിന്യൂസ് ആണെന്നും കിട്ടി, കണ്ടിന്യൂസ് അല്ല മെഷറബിൾ ആണെന്നും കിട്ടി. അതേപോലെ എന്ത് ഇൻറ്റഗ്രൽ മോഡ് എ എഫ് പ്ലസ് ബി ജി ദ ഹോൾ റേസ് ടു പി ഡി മ്യൂ എന്താണ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എൽ പി മ്യൂയിൽ വരാനുള്ള കണ്ടീഷൻസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എഫ് പ്ലസ് ബി ജി എവിടെ ഉണ്ടെന്ന് പറയാം, എലമെൻറ്റ് എൽ പി മ്യൂ ആണെന്ന് പറയാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷനാണ്. അതെന്ന് വെച്ചാൽ എൽ ഇൻഫിനിറ്റി സ്പേസിൻ്റെ ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷൻ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, എക്സ് എക്സ് മ്യൂ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ എന്ത് എൽ ഇൻഫിനിറ്റി എക്സ് മ്യൂ അല്ലെങ്കിൽ എൽ ഇൻഫിനിറ്റി മ്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ് ഓഫ് ഓൾ മെഷറബിൾ ഫംഗ്ഷൻസ് എന്നാണ്. അതിനെ ക്ലാസ് ഓഫ് എഫ് സച്ച് ദാറ്റ് എസെൻഷ്യൽ സുപ്രീമം മോഡ് എഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അവിടെ എഫിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സച്ച് ഓഫ് ഓൾ എഫ് സച്ച് ദാറ്റ് എസെൻഷ്യൽ സുപ്രീമം മോഡ് എഫ് എന്തായിരിക്കണം, ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. വിത്ത് എ കൺവെൻഷൻ ദാറ്റ് എനി ടു ഫംഗ്ഷൻസ് ആർ ഈക്വൽ ഓൾമോസ്റ്റ് എവരിവെയർ. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ എന്താണ്, ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് എവരിവെയർ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും, എൽ ഇൻഫിനിറ്റി മ്യൂവിലെ സെയിം എലമെന്റ് തന്നെ ആയിരിക്കും. അതേപോലെ എൽ ഇൻഫിനിറ്റി നോം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നോം ഇൻഫിനിറ്റ് നോം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എസെൻഷ്യൽ സുപ്രീമം മോഡ് എഫ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അവിടുത്തെ നോമിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നോം ഇൻഫിനിറ്റി എഫ് എന്ന് വെച്ചാൽ ഈക്വൽ ടു എസെൻഷ്യൽ സുപ്രീമം മോഡ് എഫ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അടുത്തത് നമുക്ക് എന്താണ്, എൽ ഇൻഫിനിറ്റി മ്യൂ എന്താണെന്ന് പറയണം, വെക്റ്റർ സ്പേസ് ഓവർ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ആർ ആണെന്ന് പറയണം. അതിനുവേണ്ടി ഞാൻ എഫും ജിയും എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് എടുക്കുന്നു. എവിടുന്ന്, എൽ ഇൻഫിനിറ്റി മ്യൂവിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുക്കുന്നു, എഫും ജിയും. അവിടെ എയും ബിയും കോൺസ്റ്റന്റുകളാണ്, അതവിടെ ഉള്ളതാണ് ആറിലുള്ള കോൺസ്റ്റന്റുകളാണ്. നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചാൽ പോണ്ട് എ എഫ് പ്ലസ് ബി ജി എവിടെ കാണുമെന്നാണ്, എൽ ഇൻഫിനിറ്റി ഓഫ് എക്സ് മ്യൂവിൽ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് തിയറം ചെയ്തില്ലേ, അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മളിവിടെ പറയുന്നത് എന്താണ്, എഫും ജിയും എൽ ഇൻഫിനിറ്റി ഓഫ് എക്സ് മ്യൂവിൽ ഉള്ളത് കൊണ്ട് എസെൻഷ്യൽ സുപ്രീമം മോഡ് എഫും എസെൻഷ്യൽ സുപ്രീമം മോഡ് ജിയും എന്തായിരിക്കും, ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എസെൻഷ്യൽ സുപ്രീമം മോഡ് എ എഫ് പ്ലസ് ബി ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, എസെൻഷ്യൽ സുപ്രീമം എ എഫ് പ്ലസ് എസെൻഷ്യൽ സുപ്രീമം ബി എഫ് ആയിരിക്കും. എയും ബിയും കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു എസെൻഷ്യൽ സുപ്രീമം മോഡ് എഫ് പ്ലസ് മോഡ് ബി ഇൻറ്റു എസെൻഷ്യൽ സുപ്രീമം മോഡ് ജി എന്ന് എഴുതാം. അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, കാരണം ഓരോന്നും ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അങ്ങനെ രണ്ടും കൂടെ ചെയ്യുമ്പോഴും എന്തായിട്ട് നിൽക്കൂ, ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ട് നിൽക്കൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ എഫ് പ്ലസ് ബി ജി എന്താണ് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. അതേപോലെ അവിടുത്തെ എസെൻഷ്യൽ സുപ്രീമം വെച്ചുള്ള കണ്ടീഷൻ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ടും കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ എഫ് പ്ലസ് ബി ജി എവിടെ ഉണ്ടെന്ന് പറയാം, എൽ ഇൻഫിനിറ്റി മ്യൂവിലുണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ലീനിയർ കോമ്പിനേഷൻ എവിടെ വന്നു, ആ വെക്റ്റർ സ്പേസിൽ തന്നെ വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എൽ ഇൻഫിനിറ്റി ഓഫ് എക്സ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാം. ക്ലോസ്ഡ് ആൻഡ് അഡിഷൻ ആണ്, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് അതെന്താവും വെക്റ്റർ സ്പേസ് ആവും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ എന്താണ്. കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, സൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു എവിടെ, ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ആ ഫംഗ്ഷൻ കോൺവെക്സ് ആവണമെങ്കിൽ നമുക്കവിടെ ലാംഡായും മ്യൂ രണ്ട് റിയൽ നമ്പേഴ്സ് കാണണം. ലാംഡായും മ്യൂവും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടണം, 1 കിട്ടണം. ലാംഡായും മ്യൂവും കൂടെ വെറുതെ കൂട്ടുമ്പോൾ 1 കിട്ടിയാൽ പോരാ, ആ ലാംഡായും മ്യൂ എന്തായിരിക്കണം, നോൺ നെഗറ്റീവ് ആയിരിക്കണം.
ആ രണ്ട് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 1 കിട്ടണം. അതേപോലെ ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് എന്ത് ഒരു എക്സും വൈയും എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞപ്പോൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി, അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള എന്ത് എക്സും വൈയും എക്സിസ്റ്റും ചെയ്യണം. അതുപോലെ വേറൊരു കണ്ടീഷൻ കൂടെ ഹോൾഡ് ചെയ്യണം. എന്ത് സൈ ഓഫ് ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു സൈ ഓഫ് എക്സ് പ്ലസ് മ്യൂ ഇൻറ്റു സൈ ഓഫ് വൈ. ഈ കണ്ടീഷനും കൂടെ ഹോൾഡ് ചെയ്താൽ, ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു എക്സും ഒരു വൈയും ഒരു ലാംഡയും മ്യൂവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് കോൺവെക്സ് ആണെന്ന് പറയാൻ പറ്റും. ഈ എയ്ക്കും ബിക്കും -∞ മുതൽ +∞ വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ് എന്ത് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എക്സ് ആൻഡ് വൈ. എക്സിനെയും വൈയെയും ജോയിൻ ചെയ്ത് വയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റും ഒരിക്കലും സൈയുടെ ഗ്രാഫിന്റെ താഴെ പോകത്തില്ല. എന്ത് കോൺവെക്സ് ആണെങ്കിൽ സൈയുടെ ഗ്രാഫിന്റെ താഴെ ഒരിക്കലും എന്ത് എക്സും വൈയും ജോയിൻ ചെയ്ത് വയ്ക്കുന്ന ലൈൻ പോകത്തില്ല. അതേപോലെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രിക്ട്ലി കോൺവെക്സ് എന്താണെന്നാണ്. സ്ട്രിക്ട്ലി കോൺവെക്സ് ആണെങ്കിൽ ഇപ്പം പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം മ്യൂവിൻ്റെയും ലാംഡയുടെയും എക്സിൻ്റെയും വൈയുടെയും എല്ലാം സെയിം കണ്ടീഷൻ. നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞപ്പോൾ നേരത്തെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വരത്തില്ല, ഈക്വൽ ടു കണ്ടീഷൻ വരത്തില്ല. അതായത് എങ്ങനെ നിൽക്കുക ഇക്വേഷൻ, സൈ ഓഫ് ലാംഡ എക്സ് പ്ലസ് മ്യൂ വൈ ലെസ് ദാൻ ലാംഡ ഇൻറ്റു സൈ ഓഫ് എക്സ് പ്ലസ് മ്യൂ ഇൻറ്റു സൈ ഓഫ് വൈ. ഈ കണ്ടീഷനാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രിക്ട്ലി കോൺവെക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു നോട്ട് പറഞ്ഞപ്പോൾ എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. എഫ് ഓഫ് എ ബി ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണം എന്ത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?